ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ ആഗ്രഹമുണ്ടോ? അതും തീർത്തും ഫ്രീ ആയിട്ട്. ഒപ്പം എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങളുടെ ശമ്പളവും. ഏവിയേഷൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഗ്ലാമറസ് ആയ പ്രൊഫഷനാണ് ക്യാബിൻ ക്രൂ അഥവാ എയർ ഹോസ്റ്റസ്. പക്ഷെ ഒരു ക്യാബിൻ ക്രൂ ആകാൻ ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ, അത് തികച്ചും തെറ്റായ ഒരു അറിവാണ്. 2026-ൽ ഇന്ത്യയിലെ ഏവിയേഷൻ സെക്ടർ ഒരു വമ്പൻ കുതിച്ചുചാട്ടത്തിലാണ്. എയർ ഇന്ത്യ പുതിയ 100 കണക്കിന് വിമാനങ്ങൾ ഓർഡർ ചെയ്തു കഴിഞ്ഞു. ഇൻഡിഗോ വികസിക്കുന്നു. ആകാശ എയർ ഇന്റർനാഷണൽ സർവീസ് തുടങ്ങി. അതായത് വരാൻ പോകുന്ന വർഷങ്ങളിൽ 10,000 കണക്കിന് പുതിയ ക്യാബിൻ ക്രൂ ഒഴിവുകളാണ് വരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 2026-ൽ എങ്ങനെ ഒരു ക്യാബിൻ ക്രൂ ആകാം, എന്തൊക്കെയാണ് യഥാർത്ഥ യോഗ്യതകൾ, ഇന്റർവ്യൂ എങ്ങനെ നേരിടാം, കൂടാതെ ഈ ഫീൽഡിലെ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം നമ്മൾ വിശദമായി സംസാരിക്കുന്നു. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. എന്താണ് യഥാർത്ഥത്തിൽ ഒരു ക്യാബിൻ ക്രൂവിൻ്റെ ജോലി? മനോഹരമായി മേക്കപ്പ് ചെയ്ത് യാത്രക്കാർക്ക് ഫുഡ് വാട്ടർ സെർവ് ചെയ്യുക എന്നത് അവരുടെ ജോലിയുടെ വെറും 10% മാത്രമാണ്. ബാക്കി 90% അവർ 35,000 അടി ഉയരത്തിൽ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ പരിശീലനം ലഭിച്ച ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആണ്. വിമാനത്തിൽ വെച്ച് ഒരു യാത്രക്കാരന് ഹൃദയാഘാതം വന്നാൽ കൃത്യമായി CPR നൽകാനും ഒരു എമർജൻസി ലാൻഡിംഗ് നടത്തിയാൽ വെറും 90 സെക്കൻഡിനുള്ളിൽ മുഴുവൻ യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാനും അവർക്ക് കഴിയും. എത്ര വലിയ ടെർബുലൻസിൽ വിമാനം കുലുങ്ങിയാലും സ്വന്തം പേടി പുറത്തു കാണിക്കാതെ യാത്രക്കാരെ ആശ്വസിപ്പിക്കാൻ അവർക്ക് കഴിയണം. ചുരുക്കത്തിൽ അവർ ആകാശത്തെ വെറും സെർവിംഗ് സ്റ്റാഫ് അല്ല, നമ്മുടെ കാവൽക്കാരാണ്. ഇനി എന്തൊക്കെയാണ് ഈ ജോലിക്ക് വേണ്ട യോഗ്യതകളെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എഡ്യൂക്കേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ +2 ആണ് മിനിമം യോഗ്യത. നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം പ്രൊമോഷൻ കിട്ടാനും ഭാവിയിൽ ഗ്രൗണ്ട് സ്റ്റാഫ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ലെവലിലേക്ക് മാറാനും ഡിഗ്രി സഹായിക്കും. പക്ഷെ ജോലി കിട്ടാൻ ഡിഗ്രി നിർബന്ധമില്ല. സെക്കൻഡ് വൺ, ഏജ്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഫ്രഷേഴ്സിന് സാധാരണയായി പ്രായപരിധി. ഇൻ്റർനാഷണൽ എയർലൈൻസിൽ 21 വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധി. തേർഡ് വൺ, ഉയരം. പെൺകുട്ടികൾക്ക് മിനിമം 155 സെൻറ്റിമീറ്ററും ആൺകുട്ടികൾക്ക് മിനിമം 170 സെൻറ്റിമീറ്ററും ഉയരം നിർബന്ധമാണ്. എന്നാൽ 2026-ലെ പുതിയ ട്രെൻഡ് അനുസരിച്ച് പല ഇൻ്റർനാഷണൽ എയർലൈനുകളും ഉയരത്തേക്കാൾ കൂടുതൽ ആം റീച്ച് ടെസ്റ്റാണ് നോക്കുന്നത്. അതായത് നിങ്ങൾ കാൽവിരലിൽ പൊങ്ങി നിന്ന് കൈകൾ ഉയർത്തുമ്പോൾ 212 സെൻറ്റിമീറ്റർ എങ്കിലും എത്താൻ കഴിയണം. എന്തിനാണ് ക്യാബിൻ ക്രൂവിന് ഇത്ര ഹൈറ്റ് നോക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാഴ്ചയ്ക്ക് ഭംഗി തോന്നാനല്ല. വിമാനത്തിലെ സീറ്റുകൾക്ക് മുകളിലുള്ള ഓവർഹെഡ് ക്യാബിനുകളിലാണ് മെഡിക്കൽ കിറ്റും ഫയർ എക്സ്റ്റിങ്ക്യൂഷറും ഒക്കെ ഇരിക്കുന്നത്. എമർജൻസി സമയത്ത് ഇത് പെട്ടെന്നെടുക്കാൻ അവർക്ക് കഴിയണം. അതിനാണ് ആം റീച്ച് ടെസ്റ്റ് നടത്തുന്നത്. ഫോർത്ത് വൺ ഈസ് ഭാരം. നിങ്ങളുടെ ഉയരത്തിന് ആനുപാതികമായ ഭാരമായിരിക്കണം. അതായത് നിങ്ങളുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് നോർമൽ റേഞ്ചിലായിരിക്കണം. വിമാനത്തിലെ ഇടുങ്ങിയ വഴികളിലൂടെ പെട്ടെന്ന് നടക്കാനും എമർജൻസി ഡ്യൂട്ടികൾ ചെയ്യാനും നല്ല ആക്റ്റീവായ ഒരു ശരീരം ആവശ്യമാണ്. അമിത വണ്ണവും പാടില്ല, തീരെ മെലിയാനും പാടില്ല. നിങ്ങളുടെ ഉയരത്തിന് ആനുപാതികമായ ഭാരം. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ വലിയ സൗന്ദര്യം വേണം, വെളുത്ത നിറം വേണം എന്നതൊക്കെയാണ് അടുത്ത വലിയ കള്ളം. എയർലൈനുകൾ ഒരിക്കലും നിറം നോക്കാറില്ല. അവർ നോക്കുന്നത് നിങ്ങൾ എത്രത്തോളം പ്രസൻറ്റബിൾ ആണെന്നും നിങ്ങളുടെ ഗ്രൂമിംഗ് എങ്ങനെയാണെന്നുമാണ്. ഫോർ എക്സാമ്പിൾ, സ്കിൻ ക്ലിയർ ആയിരിക്കണം. ചെറിയ പാടുകൾ മേക്കപ്പ് ഉപയോഗിച്ച് മറയ്ക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നിങ്ങളുടെ പല്ലുകൾ വൃത്തിയുള്ളതായിരിക്കണം. കണ്ണട വയ്ക്കാൻ പാടില്ല. പകരം നിങ്ങൾക്ക് കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യാം. പക്ഷേ അത് എല്ലാ എയർലൈൻസുകളും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ടാറ്റു. യൂണിഫോം ഇടുമ്പോൾ പുറത്ത് കാണുന്ന ശരീരഭാഗങ്ങളിൽ, അതായത് മുഖം, കഴുത്ത്, കൈകൾ, കാൽമുട്ടിന് താഴെ, ഇവിടെ യാതൊരു കാരണവശാലും ടാറ്റു പാടില്ല. ഇത് ബാൻഡേജ് വെച്ചോ മേക്കപ്പ് ചെയ്തോ മറയ്ക്കാൻ ശ്രമിക്കരുത്. കാരണം ഫൈനൽ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ കർശനമായ ഒരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഇതിലവർ ബ്ലഡ് ടെസ്റ്റ്, കാഴ്ച, കേൾവി, ECG എന്നിവയെല്ലാം ചെക്ക് ചെയ്യും. ടാറ്റു ഉണ്ടെങ്കിൽ അവിടെ വെച്ച് അവർ നിങ്ങളെ റിജക്റ്റ് ചെയ്യും. ഇനി ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ലക്ഷങ്ങളടച്ച് ഞങ്ങളുടെ കോഴ്സ് പഠിച്ചാൽ 100% പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായും ഒരു എയർലൈനും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വയ്ക്കാറില്ല. നിങ്ങൾ അവിടെ പോയി പഠിച്ചാലും നിങ്ങളുടെ സ്വന്തം കഴിവും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷും മേക്കപ്പും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഫ്രീ ആയി യൂട്യൂബ് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാതെ എങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കും? ഫസ്റ്റ് വൺ, ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുക. നിങ്ങൾക്ക് നല്ല ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം.
ദിവസവും കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കുക. അതുപോലെ കസ്റ്റമർ സർവീസ് മൈൻഡ് സെറ്റ്. എന്തു പ്രകോപനം ഉണ്ടായാലും ദേഷ്യപ്പെടാതെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശീലിക്കുക. ഇനി ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങൾക്ക് വിളി വരണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ CV അഥവാ റെസ്യൂമെയാണ്. 2026 മിക്കവാറും അപേക്ഷകളെല്ലാം ഓൺലൈൻ വഴി ആയതുകൊണ്ട് നിങ്ങളുടെ CV ഒരു മനുഷ്യൻ കാണുന്നതിന് മുമ്പ് അതൊരു സോഫ്റ്റ്വെയർ ആണ് പരിശോധിക്കുന്നത്. അതിനെയാണ് നമ്മൾ ATS ഫ്രണ്ട്ലി എന്ന് വിളിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിനെ എങ്ങനെ മറികടക്കാം, അതുവഴി എങ്ങനെ ഇൻ്റർവ്യൂ കോൾ ഉറപ്പിക്കാം, മികച്ചൊരു ക്യാബിൻ ക്രൂ CV തയ്യാറാക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ATS ഫ്രണ്ട്ലി ടെംപ്ലേറ്റ്. പലരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ് ഒരുപാട് കളറുകളും ഗ്രാഫിക്സുകളും ഒക്കെ വെച്ച് ഭയങ്കര ഡിസൈനിൽ റെസ്യൂമെ ഉണ്ടാക്കുന്നത്. ക്യാബിൻ ക്രൂ ജോലിക്ക് ഒരിക്കലും അത് ചെയ്യരുത്. ATS സോഫ്റ്റ്വെയറിന് എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വളരെ സിമ്പിളായ ഒരു CV ആണ് വേണ്ടത്. ഇതിനായി നിങ്ങൾക്ക് കാൻവേ പോലുള്ള ഓൺലൈൻ സൈറ്റുകൾ ഉപയോഗിക്കാം. അതുപോലെ CV ഒരു പേജിൽ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകരുത്. സെക്കൻഡ് വൺ, പവർ കീവേഡ്സ്. ക്യാബിൻ ക്രൂ ജോലിക്ക് ആവശ്യമായ ചില കീവേഡുകൾ നിങ്ങളുടെ റെസ്യൂമേൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സോഫ്റ്റ്വെയർ അതിനെ സെലക്ട് ചെയ്യൂ. ഉദാഹരണത്തിന് കസ്റ്റമർ സർവീസ്, സേഫ്റ്റി ഓറിയൻറ്റഡ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം പ്ലെയർ, പ്രോബ്ലം സോൾവിംഗ് തുടങ്ങിയ വാക്കുകൾ നിങ്ങളുടെ സ്കിൽ സെക്ഷനിൽ തീർച്ചയായും ഉൾപ്പെടുത്തുക. തേർഡ് വൺ, പ്രൊഫഷണൽ സമ്മറി. സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ CVയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള 3 വരിയിലുള്ള സമ്മറി ഉണ്ടായിരിക്കണം. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ജോലിക്ക് എത്രത്തോളം അനുയോജ്യമാണെന്ന് HR-ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകണം. ഫോർത്ത് വൺ, എക്സ്പീരിയൻസ് ആൻഡ് ലാംഗ്വേജസ്. നിങ്ങൾ മുൻപ് ഹോസ്പിറ്റാലിറ്റിയിലോ സെയിൽസിലോ കസ്റ്റമർ സർവീസിലോ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് സെക്ഷനിൽ ഹൈലൈറ്റ് ചെയ്യുക. കാരണം അവർക്ക് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം. ഇനി എക്സ്പീരിയൻസ് ഇല്ലാതെ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ കോളേജിലെ വോളണ്ടിയർ വർക്കുകളോ പ്രോജക്റ്റുകളോ വെക്കാം. ഇംഗ്ലീഷിന് പുറമെ നിങ്ങൾക്ക് ഹിന്ദി, ഫ്രഞ്ച്, അറബിക് പോലുള്ള മറ്റു ഭാഷകൾ അറിയാമെങ്കിൽ അത് ലാംഗ്വേജസ് എന്ന ഭാഗങ്ങളിൽ വലുതായി തന്നെ കാണിക്കുക. ഇനി ക്യാബിൻ ക്രൂ റെസ്യൂമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഫോട്ടോയാണ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾക്ക് എയർലൈൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ 2 ഫോട്ടോകൾ ആവശ്യമായി വരും. ഫസ്റ്റ് വൺ ഈസ് ഫുൾ ബോഡി ഫോട്ടോ. ഒരു പ്രൊഫഷണൽ ഫോർമൽ സൂട്ട് ധരിച്ച് നല്ലൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന മുഴുവൻ നീളത്തിലുള്ള ഒരു ഫോട്ടോ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ. മുടി വളരെ നീറ്റായി വെച്ച് ക്ലിയർ ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇവ രണ്ടും വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തതായിരിക്കണം. മൊബൈലിൽ എടുത്ത സെൽഫികൾ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത ഫോട്ടോകൾ ഒരിക്കലും റെസ്യൂമേൽ ഉപയോഗിക്കരുത്. ഇനി ഈ ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കാം. ഇത് ഇൻ്റർവ്യൂ പ്രോസസ്സ്. ഒരു ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എത്ര റൗണ്ടുകളുണ്ട്, എന്തൊക്കെ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുക. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്താകുന്നത് ഈ റൗണ്ടുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. സാധാരണയായി 4 റൗണ്ടുകളിലൂടെയാണ് ഒരു ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂ കടന്നു പോകുന്നത്. ഓരോ റൗണ്ടും എന്താണെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്ക്രീനിങ് റൗണ്ട്. നിങ്ങൾ വാക്കിംഗ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആദ്യത്തെ റൗണ്ട് ഇതാണ്. ഇതിനെ CV ഡ്രോപ്പ് റൗണ്ട് എന്നും വിളിക്കാറുണ്ട്. നിങ്ങൾ റെസ്യൂമെ HR-ൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ 10 സെക്കൻഡിനുള്ളിൽ അവർ നിങ്ങളെ മുഴുവനായും സ്കാൻ ചെയ്യും. നിങ്ങളുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, മുടി എങ്ങനെ കെട്ടിയിരിക്കുന്നു, മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുണ്ടോ, നിങ്ങളുടെ നടപ്പ് എങ്ങനെയാണ് എന്നിവയാണ് അവർ നോക്കുന്നത്. അവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. ഇതൊരു വലിയ ചോദ്യമല്ല. നിങ്ങൾ ഇംഗ്ലീഷിൽ ഉത്തരം പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസും പുഞ്ചിരിയും നോക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ട്രിക്കാണിത്. 2026 പുതിയ ട്രെൻഡ് അനുസരിച്ച് ഇപ്പോൾ മിക്ക കമ്പനികളും ആദ്യ റൗണ്ട് AI വീഡിയോ ഇൻ്റർവ്യൂ ആണ് ചെയ്യുന്നത്. അതായത് സ്ക്രീനിൽ വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഫോണിലെ ക്യാമറ നോക്കി ഇംഗ്ലീഷിൽ ഉത്തരം പറയണം. നിങ്ങളുടെ മുഖഭാവങ്ങൾ AI വിലയിരുത്തും. ആൻഡ് സെക്കൻഡ് റൗണ്ട് ഫിസിക്കൽ ടെസ്റ്റ്. ആദ്യത്തെ റൗണ്ട് പാസ്സാകുന്നവരെ നേരെ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഉയരവും ഭാരവും നോക്കാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉയരത്തിന് ആനുപാതികമായ ഭാരമുണ്ടോ എന്ന് നോക്കും. കൂടാതെ കാലുയർത്തി നിന്ന് കൈകൾ മുകളിലേക്ക് നീട്ടുമ്പോൾ 212 സെൻറ്റിമീറ്റർ എത്താൻ കഴിയുമോ എന്ന ആം റീച്ച് ടെസ്റ്റും ഇവിടെയാണ് നടക്കുന്നത്. ഇതിൽ പരാജയപ്പെട്ടാൽ അവിടെ വെച്ച് നിങ്ങളെ പുറത്താക്കും. റൗണ്ട് 3 ഗ്രൂപ്പ് ഡിസ്കഷൻ. ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്താവുന്ന റൗണ്ടാണിത്. 10 മുതൽ 15 പേരെ ഒരു ഗ്രൂപ്പായി ഇരുത്തിയ ശേഷം HR ഒരു ടോപ്പിക്ക് തരും. എന്നിട്ട് അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറയും. ഇവിടെ പലരും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. തൻ്റെ ഇംഗ്ലീഷ് പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ വാശി പിടിച്ച് സംസാരിക്കും. അതൊരിക്കലും ചെയ്യരുത്. കാരണം എയർലൈനുകൾക്ക് വേണ്ടത് വാശി പിടിക്കുന്നവരെയല്ല, ക്ഷമയുള്ളവരെയാണ്. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് അവർ നിർത്തുമ്പോൾ നിങ്ങളുടെ പോയിന്റ് വളരെ സ്നേഹത്തോടെ അവതരിപ്പിക്കുക. ഇതാണ് ഈ റൗണ്ട് പാസ്സാകാനുള്ള ഏറ്റവും വലിയ സീക്രട്ട്. ചിലപ്പോൾ GDക്ക് പകരം ജാം ആയിരിക്കും. അതായത് നിങ്ങൾക്കൊരു ടോപ്പിക്ക് തരും,
നിങ്ങൾ ഒറ്റയ്ക്ക് അതിനെക്കുറിച്ച് 1 മിനിറ്റ് സംസാരിക്കണം. ആൻഡ് ഫൈനൽ റൗണ്ട് പേഴ്സണൽ ഇൻ്റർവ്യൂ. ഇത്രയും കടമ്പകൾ കടന്നു വരുന്നവരെ കാത്തിരിക്കുന്ന അവസാന റൗണ്ടാണിത്. നിങ്ങളും 2 HR ഉദ്യോഗസ്ഥരും മാത്രമുള്ള മുഖാമുഖം ഇൻ്റർവ്യൂ. ഏകദേശം 15 മുതൽ 30 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഈ റൗണ്ടിൽ പ്രധാനമായും 3 തരം ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഫസ്റ്റ് വൺ, പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഇവിടെ നിങ്ങളുടെ CV-യിലുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കരുത്. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചും നിങ്ങൾ എന്തിനാണ് ഈ ജോലി ആഗ്രഹിക്കുന്നതെന്നും കൃത്യമായി പറയുക. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ജോബ് റിലേറ്റഡ്. ഇവിടെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ആ കമ്പനിയെക്കുറിച്ച് ഗൂഗിളിൽ നന്നായി റിസർച്ച് ചെയ്തിരിക്കണം. ആൻഡ് തേർഡ് വൺ ഈസ് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ടെസ്റ്റ് ചെയ്യാനാണിത്. ഇത്തരം ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് പേടിച്ചു പോകാതെ വളരെ കൂളായി ഒരു ചിരിയോടെ വേണം ഉത്തരം പറയാൻ. നിങ്ങളുടെ ഇംഗ്ലീഷ് വാക്കുകളേക്കാൾ അവർ നോക്കുന്നത് നിങ്ങളുടെ ആ ക്ഷമയും ആത്മവിശ്വാസവുമാണ്. ഇൻ്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും കഴിഞ്ഞാൽ അടുത്തത് മെഡിക്കൽ എക്സാമിനേഷനാണ്. ഇന്ത്യയിൽ DGCA നിർദ്ദേശിക്കുന്ന ക്ലാസ് 2 മെഡിക്കൽ പരിശോധനയാണ് ഇതിനായി നടത്തുന്നത്. 35,000 അടി ഉയരത്തിൽ കുറഞ്ഞ പ്രഷറിലും ഓക്സിജൻ ലെവലിലും ജോലി ചെയ്യാൻ നിങ്ങളുടെ ശരീരം ഫിറ്റാണോ എന്ന് നോക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന ടെസ്റ്റുകൾ? ഫസ്റ്റ് വൺ ഈസ് കാഴ്ച പരിശോധന. നിങ്ങളുടെ കാഴ്ച 6x6 ആയിരിക്കണം. കണ്ണട വയ്ക്കാൻ പാടില്ല. പകരം കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കാം. ഇതിലെ ഏറ്റവും നിർണായക കാര്യമാണ് കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ്. ചുവപ്പ്, പച്ച നിറങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ആൻഡ് സെക്കൻഡ് വൺ, കേൾവി പരിശോധന. വിമാനത്തിൻ്റെ വലിയ ശബ്ദത്തിനിടയിലും പൈലറ്റ് പറയുന്ന നിർദ്ദേശങ്ങൾ വ്യക്തമായി കേൾക്കാൻ കഴിയുമോ എന്ന് നോക്കാനാണിത്. ഹെഡ്ഫോണിലൂടെ വ്യത്യസ്ത ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ കേൾപ്പിച്ച് നിങ്ങളുടെ കേൾവി ശക്തി ഉറപ്പുവരുത്തും. അടുത്തതാണ് രക്തം, മൂത്രം പരിശോധനകൾ. ശരീരത്തിൻ്റെ ഷുഗർ ലെവൽ, HIV, ഹെപ്പറ്റൈറ്റിസ് B പോലുള്ള ഇൻഫെക്ഷനുകൾ, ശരീരത്തിൽ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യമുണ്ടോ തുടങ്ങിയവ ഇതിലൂടെ പരിശോധിക്കും. അടുത്തതായി ECG ആൻഡ് എക്സ്റേ. ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ ഹൃദയത്തിന് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ECG എടുക്കും. അതുപോലെ ക്ഷയം പോലുള്ള അസുഖങ്ങളില്ലെന്ന് ഉറപ്പിക്കാൻ നെഞ്ചിൻ്റെ എക്സ്റേയും എടുക്കും. അതുപോലെ ഈ സമയത്ത് തന്നെ ടാറ്റുവും പാടുകളും ഉണ്ടോ എന്ന് ഡോക്ടർ കൃത്യമായി പരിശോധിക്കും. ഇനി ഈ ജോലിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഒരു ഫ്രഷറായിട്ട് ജോലിയിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടിസ്ഥാന ശമ്പളവും ഫ്ലൈയിങ് പേയും ചേർത്ത് 35,000 മുതൽ 50,000 രൂപ വരെ മാസം ലഭിക്കും. ഇനി ഇൻ്റർനാഷണൽ കമ്പനികളാണെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് 1,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. ഡ്യൂട്ടിയുടെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ മികച്ച 5 സ്റ്റാർ ഹോട്ടലുകളുടെ താമസം എയർലൈൻ ഫ്രീ ആയി നൽകും. കൂടാതെ നിങ്ങൾക്ക് അവിടെ കറങ്ങാനും ഭക്ഷണം കഴിക്കാനും പോക്കറ്റ് മണിയായി ലേ ഓവർ അലവൻസും ലഭിക്കും. ജോലിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്. ജോലിക്കാർക്ക് മാത്രമല്ല, നിങ്ങളുടെ അച്ഛനമ്മമാർക്കും വളരെ ചെറിയ തുകയ്ക്ക് ലോകത്തെവിടെയും യാത്ര ചെയ്യാം. ഇതുകൂടാതെ എയർപോർട്ടിലേക്കുള്ള ഫ്രീ ക്യാബ് സൗകര്യവും നിങ്ങൾക്കും കുടുംബത്തിനും മികച്ച കവറേജുള്ള മെഡിക്കൽ ഇൻഷുറൻസും എയർലൈൻ നൽകുന്നതാണ്. ക്യാബിൻ ക്രൂ ജോലിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. ഈ പ്രൊഫഷനിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക എന്നത് മാത്രമാണ്. ഇൻ്റർവ്യൂവിൽ റിജക്ഷനുകൾ സംഭവിച്ചേക്കാം, എന്നാൽ അതൊരു സ്വാഭാവിക പ്രോസസ്സ് മാത്രമാണെന്ന് മനസ്സിലാക്കി സ്വന്തം പോരായ്മകൾ തിരുത്തി അടുത്ത ഇൻ്റർവ്യൂവിനായി വീണ്ടും ശ്രമിക്കുക. അർപ്പണബോധമുണ്ടെങ്കിൽ ഈ കരിയർ നിങ്ങൾക്കും സ്വന്തമാക്കാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ തീർച്ചയായും പറന്നെത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈൻ ഔട്ട് ഫ്രം ദിസ് ചാനൽ. ബൈ.